നമസ്തേ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഉപാസന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസ് കാണുവാൻ ശ്രമിക്കുക. സാധാരണ നമ്മൾ ഹിന്ദു വിശ്വാസികൾ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമാണ്. വീട്ടിൽ ഐശ്വര്യം വരണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് വിളക്ക് വയ്ക്കുന്നത്. എന്നാൽ വെറും ചടങ്ങിന് വേണ്ടി മാത്രം വിളക്ക് കൊളുത്തിയിട്ട് കാര്യമില്ല. വിളക്കിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിഞ്ഞ് ഭക്തിയോട് വേണം വിളക്ക് കൊളുത്തുവാൻ. വിളക്കിനെക്കുറിച്ചും വിളക്ക് കൊളുത്തുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വിളക്ക് വെറും ഒരു വീട്ടുപകരണം മാത്രമല്ല, അതിന് വലിയ മഹത്വമുണ്ട്. വിളക്കിൻ്റെ അടിഭാഗം വിഷ്ണുവിനെയും അതിൻ്റെ തണ്ട് ബ്രഹ്മാവിനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു. അതുപോലെ വിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയും വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം സരസ്വതി ദേവിയും നാളത്തിലെ ചൂട് പാർവതി ദേവിയുമാണെന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞതാണ് വിളക്ക്. അതുകൊണ്ട് തന്നെ മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയും വേണം വിളക്ക് കൊളുത്തുവാൻ. ദിവസവും വിളക്ക് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ തന്നെ എണ്ണയും തിരിയും ദിവസവും മാറ്റണം. വിളക്ക് വയ്ക്കുന്നിടം ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കുക. തുളസിയിലെ വെള്ളത്തിൽ മുക്കി തളിച്ച് അവിടെയൊക്കെ ശുദ്ധി വരുത്തുക. അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാതെ ഓട്ടുവിളക്കാണ് വീട്ടിൽ ഉപയോഗിക്കുവാൻ നല്ലത്. 2 തിരിയോ 5 തിരിയോ ഇട്ട് വേണം വിളക്ക് കത്തിക്കുവാൻ. ഒരു തിരിയിട്ട് കത്തിച്ചാൽ അത് രോഗവും, 3 4 തിരിയിട്ട് കത്തിച്ചാൽ അത് ദാരിദ്ര്യവും ദുഃഖവുമാണ് ഫലം. വെറും നിലത്ത് വിളക്ക് വയ്ക്കുവാൻ പാടില്ല. തളികയിലോ ചെറിയ പീഠത്തിന് മുകളിലോ വിളക്ക് വയ്ക്കാം. വിളക്കിനടുത്തായി വെള്ളം നിറച്ച കിണ്ടിയും വയ്ക്കുക. അതുപോലെ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്നതും നല്ലതാണ്. അസ്തമയത്തിന് 5 മിനിറ്റ് മുന്നേ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക. 2 തിരി ഇടുകയാണെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിട്ടാണ് ഇടേണ്ടത്. 5 തിരി ഇടുകയാണെങ്കിൽ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, വടക്ക് കിഴക്ക് ഈ ഭാഗത്തായി തിരിയിടാം. രാവിലെ കത്തിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തുള്ള തിരിയാണ് ആദ്യം കത്തിക്കേണ്ടത്. വൈകുന്നേരം കത്തിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള തിരി ആദ്യം തെളിയിക്കുക. സൂര്യഭഗവാനെ വണങ്ങാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൂജാമുറിയിലോ ഉമ്മറത്തോ വിളക്ക് തെളിയിച്ച് വെക്കാം. വീട്ടിലെ എല്ലാവരും വിളക്കിനെ തൊട്ട് വണങ്ങി സന്ധ്യാനാമങ്ങൾ ജപിക്കുക. അതുപോലെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. ദിവസവും ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി കൂട്ടും. സാഹചര്യം കൊണ്ട് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ദോഷമൊന്നുമില്ല. നല്ല ഭക്തിയോടെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിളക്ക് കൊളുത്തിയാൽ നിങ്ങളുടെ ഭവനത്തിൽ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ലഭിക്കും. ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.